നിഷാദ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ നഗരത്തിലെ തന്നെ ചെട്ടിയങ്ങാടി ALP സ്കൂളിലാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എണ്ണം കുറവാണ്. അതേസമയം പെർസെന്റേജ് ഇവിടുത്തെ ഈ രണ്ട് ബൂത്തുകളുടെ പെർസെന്റേജ് ഒന്ന് 32%, ഒന്ന് 34% കഴിഞ്ഞിരിക്കുന്നു. അതായത് നഗരത്തിൽ വലിയ തോതിൽ ആൾക്കാർ നിന്ന് വോട്ട് ചെയ്യുന്നില്ല. അതേസമയം രാവിലത്തെ ആ ഒരു തിരക്കിന് ശേഷം ഒരു മന്ദഗതിയിൽ ആയിട്ടുണ്ട്. എന്നാൽ പോലും 30% കഴിഞ്ഞിരിക്കുന്നു. ഈ നഗര കേന്ദ്രീകരിച്ച സ്ഥലങ്ങളിലുള്ള പൊതുവെയുള്ള ഒരു പെർസെന്റേജ്. എന്തായാലും 11 മണി വരെയുള്ള കണക്കുകൾ അല്പസമയത്തിന് അങ്ങനെ വരും. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തത ലഭിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും വലിയ ആവേശം ശരിക്കും രാവിലെ ഉണ്ടായിരുന്ന ആവേശം പിന്നീട് നമുക്ക് ആ എണ്ണം കാണാൻ കഴിയുന്നില്ല. സാധാരണ പതിവ് പോലെ ഉപതെരഞ്ഞെടുപ്പുകളിലുള്ള ഒരു എണ്ണക്കുറവ് അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് ഇവിടെയും പ്രതിഫലിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 76.6 കഴിഞ്ഞ തവണത്തെങ്കിൽ അത് ഒരുപക്ഷെ 70 അല്ലെങ്കിൽ 70 ചുവടെ എന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യത നിലവിൽ തള്ളിക്കളയാൻ കഴിയുന്നില്ല. പ്രതിപക്ഷ VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ RSS ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ഇന്നലെ മുഖ്യമന്ത്രി വളരെ വിശദമായ ഒരു മറുപടി കോൺഗ്രസിന്റെ RSS ബന്ധം സംബന്ധിച്ചുള്ള പല ഘട്ടത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം മറുപടി പറയുകയല്ല, വിശദീകരിക്കുകയാണ് ചെയ്തത്. RSSന്റെ ആ ബന്ധമെന്ന് പറയുന്ന MV ഗോവിന്ദൻ മാഷിന്റെ ആ ഒരു ഇതിനെ മറികടക്കാൻ ഇതുവരെയ്ക്കും മുഖ്യമന്ത്രിയുടെ ഇതിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമെല്ലാം പിന്നെ EP ജയരാജൻ പറഞ്ഞതുപോലെ നേതാക്കളുമായിട്ടുള്ള RSSുമായിട്ടുള്ള ബന്ധം തുടരുക തന്നെയാണ്. മറ്റു പല കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് മാറില്ല എന്ന രീതിയിൽ വ്യക്തമായി പറയുന്നു. നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള പിന്നെ ദേശീയപാത ശേഷമുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് ഡൽഹിയിലെ എമാന്മാരെ മുഖ്യമന്ത്രിക്ക് ഭയമാണ് എന്ന അദ്ദേഹത്തിന്റെ ആ വാദങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും RSS ബന്ധം നമ്മൾ ചർച്ചകളിൽ അവർ രണ്ടും LDF UDF തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വലിയ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ വളരെ സുഗമമായി തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൂടി വന്നിട്ടുണ്ട്. 30.15%. അതായത് 11 മണി വരെയുള്ള ഔദ്യോഗികമായ കണക്കുകൾ വന്നിരിക്കുന്നു. 30.15% എന്നതിലേക്കാണ് രാവിലെ 4 മണിക്കൂർ, അതായത് 7 മണി മുതൽ 11 മണി വരെയുള്ള ഔദ്യോഗിക കണക്ക് വന്നിരിക്കുന്നു. സാമാന്യം ഭേദപ്പെട്ടതെന്ന് നമുക്ക് പറയാം. അതേസമയം അതിനുശേഷം ആളുകൾ പോളിംഗ് സ്റ്റേഷനുകളിൽ ആളുകളുടെ എണ്ണം കുറവാണ്. ഒരുപക്ഷെ ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സജീവമായ പോളിംഗിലേക്ക് പോവുക. അങ്ങനെയെങ്കിൽ എത്രത്തോളം അത് കടക്കുമെന്ന് പറയാൻ കഴിയുന്നാലും 11 മണിവരെ 30.15 എന്ന് പറയുന്നത് സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് കാഴ്ചവെച്ചത്. പൊതുവെ വളരെ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ അതിന്റേതായ ഒരു പ്രതിഫലനം വോട്ടെടുപ്പിലും നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടത്തിലൊരു മന്ദത പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന ബൂത്ത് എന്ന് പറയുന്നത് നഗരബൂത്താണ്. നഗരബൂത്തിൽ കൂടി 555 വോട്ടും മറ്റുമൊക്കെയാണുള്ളത്. അതിൽ തന്നെ 30%-ലധികം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 34% ആയി. അതായത് 31% എന്ന് പറയുന്നത് ഒരു പൊതുവെ ഔദ്യോഗിക വന്ന സ്ഥിതിക്ക് എന്തായാലും അങ്ങനൊരു സാമാന്യം ഭേദപ്പെട്ട പോളിംഗിലേക്ക് പോയി എന്ന് വേണം കരുതാൻ. അതേസമയം എത്രത്തോളം അത് 76.6 കഴിഞ്ഞ തവണത്തെ എത്തുപോകുന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ നിസ്സംഗത, ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഇപ്പോഴും പ്രതിഫലിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. നിഷാദ്, നമുക്ക് ജംഷീറൂടെ ഇപ്പം